ശ്രീ ബി ഗോപാലകൃഷ്ണൻ വാലും തുമ്പുമില്ലാത്ത ഒരു ഹർജിയുമായി ഒരാൾ കോടതിയിലേക്ക് പോകുന്നു. അതിനിടയിൽ ശിവക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നു. ഉടനെ ആ കീഴ്ക്കോടതി ആ സർവേക്ക് അനുവാദം കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ജുഡീഷ്യൽ സമിതി ഉണ്ടാകുന്നു. അന്ന് തന്നെ ഈ പറഞ്ഞ പള്ളിയിലേക്ക് പോകുന്നു. സംഘർഷം ഉണ്ടാകുന്നു, വെടിവെപ്പ് ഉണ്ടാകുന്നു. 1 അല്ല 5 ചോരയൊഴുകി ഇയാളുടെ വാലും തുമ്പുമില്ലാത്ത ഹർജിയുടെ പേരിൽ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ അങ്ങോട്ടേക്ക് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് നിരോധനാജ്ഞ പറയുന്നത് ശരിയല്ല, അവിടെ എന്തോ മറയ്ക്കാനുണ്ട് എന്ന് കോൺഗ്രസ്സുകാരോട് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം ശ്രീ ബി ഗോപാലകൃഷ്ണൻ എവിടെയെങ്കിലും സമാധാനമായി സഹവർത്തം നിലനിൽക്കുമ്പോൾ ബാലേട്ടൻ സിനിമയിൽ ജഗതിക്കില്ല കൈ ചൊറിയുന്നത് പോലെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ അതിവിടെ നമ്മുടെ നാട്ടിലുണ്ട്. ശബരിമലയിൽ സമാധാനമായി പോകുന്നു, അവിടെ അത് വാവരല്ല വാവൂരാണ് ഇറക്കി വിടണം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സമാധാനം കാണുമ്പോൾ കുത്തിത്തീർപ്പുണ്ടാക്കാൻ ഈ ത്വരയുണ്ടാകുന്ന ചിലർ, അത്തരക്കാർ അവിടെയുണ്ടല്ലോ. അവരെ കീഴ്ക്കോടതികൾ തിരിച്ചറിയണ്ടേ? അവിടെ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണ്ടേ? അവർ രാജ്യത്തിന്റെ സമാധാനം കെടുത്തുന്നവരാണ് തിരിച്ചറിവില്ല. അവരെ മാറ്റി നിർത്തണ്ടേ, അകറ്റി നിർത്തണ്ടേ, താക്കീത് ചെയ്യണ്ടേ? ശ്രീ ബി ഗോപാലകൃഷ്ണൻ, എന്നെ പറയാൻ അനുവദിക്കണം. ആദ്യം താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യരുത്. 2-3 ആളുകൾ സംസാരിച്ച് കഴിഞ്ഞതാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതിനു മുമ്പ് ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. വാസ്തവത്തിൽ താങ്കൾ ഇന്ന് എടുക്കേണ്ടിയിരുന്ന വിഷയം ബംഗ്ലാദേശിലെ നരനായാട്ടാണ്. അതിൽ ഭാരതത്തിൻ്റെ ദേശീയ പതാക കത്തിച്ചുകൊണ്ട്, ചവിട്ടിമെതിച്ചുകൊണ്ട് അവിടെ നടത്തുന്ന ഹിന്ദു വംശഹത്യയെക്കുറിച്ച് നിർഭാഗ്യവശാൽ 24 അടക്കം ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള ആ ഒരു പ്രതിഷേധവും, ഒപ്പം ഇന്നിതെടുത്തത് നന്നായി. കാരണം നാളെയെങ്കിലും അതെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം, നിങ്ങൾ പറഞ്ഞത് ശരിയാ. മോഹൻലാലിൻ്റെ ബാലേട്ടൻ സിനിമയിൽ ഇങ്ങനെ കൈ ചൊറിയുന്ന ജഗദീഷ് ശ്രീകുമാർ മാധ്യമങ്ങളിലുമുണ്ട് എന്ന് മുനമ്പത്തുകാർ പറയുന്നു. അതുകൊണ്ട് മുനമ്പത്ത് ഈ 24 മാധ്യമത്തിൻ്റെ കോലം കത്തിച്ചു. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തിനാന്നുള്ളത് താങ്കൾ അന്വേഷിച്ചാൽ നന്നായിരിക്കും. ചൊറിച്ചിൽ കൊണ്ടാണോ, നിങ്ങൾ ചൊറിയുന്നത് കൊണ്ടാണോ കത്തിച്ചത് എന്ന് ചെറിയ സംശയമുണ്ട്. ഒരു ഓലം കത്തിച്ചു നമ്മളവിടെ പോയതാ സാർ. നമ്മൾ അവിടെ പോയി മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഏക മാധ്യമം ഞാനാ. ബി ഗോപാലകൃഷ്ണൻ കാര്യം അറിയും സംസാരിക്കും. എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ മുനമ്പത്ത് പോയ ദിവസം, ഞാനൊന്ന് പറയട്ടപ്പാ. ഞാൻ മുനമ്പത്ത് പോയ ദിവസം ഞാനുണ്ടായിരുന്നു മുനമ്പത്ത്. ആ മുനമ്പത്തെ ആളുകൾക്ക് വേണ്ടി #, ഈ ഇന്ത്യയിൽ കൊണ്ടുവന്നതിൻ്റെ ഉദ്ഘാടനം ഞാനാണ് നിർവഹിച്ചത്. അത് ഇന്ത്യയിൽ 3-ാം സ്ഥാനവും എത്തി. ആ #ൻ്റെ ഉദ്ഘാടന ദിവസം മുനമ്പത്തെ സമര നേതാവ് അത് വളരെ കൃത്യമായി എൻ്റെ മുമ്പിൽ അന്ന് അവിടെ സംസാരിച്ചതാണ്. ഞാൻ പോയ ദിവസം ഡേറ്റ് വേണേൽ പറയാം. അന്ന് അവിടെ 2 ചാനലുകളുടെ കോലം കത്തിക്കാൻ തീരുമാനിച്ചു. ഒരു ചാനൽ നേരിട്ട് വിളിച്ച് സംസാരിച്ചു, മറ്റൊരു ചാനലിൻ്റെ കോലം ഞങ്ങൾ കത്തിച്ചു. ആ ചാനലിൻ്റെ പേരാണ് 24 എന്ന് എൻ്റെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്. ഏത് നേതാവാണ് പറഞ്ഞത്? മുനമ്പത്തുകാരോട് ചോദിച്ചോളുക. ഏത് നേതാവാണ് പറഞ്ഞത്? ഞാൻ കണ്ടിട്ടില്ല. ഏത് നേതാവാണത് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ഗോപാലകൃഷ്ണൻ പോയ ദിവസം തന്നെ കോലം കത്തിച്ചു. ഏത് നേതാവാണത് പറഞ്ഞത്? ബി ഗോപാലകൃഷ്ണൻ പിടിക്കല്ലപ്പാ, ഞാൻ പറഞ്ഞോട്ടെ. ഇരുന്ന് കള്ളം പറയല്ലേ സാറേ? ഞാൻ പറഞ്ഞോട്ടെ. ഇരുന്ന് വ്യാജം പറയല്ലേ? ഞാൻ പറഞ്ഞോട്ടെ മിസ്റ്റർ. കള്ളം പറയാവോ? ഇരുന്ന് കള്ളം പറയാവോ? താങ്കൾ കള്ളം പറയാണ്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. ഇല്ല, ഞാൻ മിണ്ടാതെ നിൽക്കായിരുന്നു. ഞാൻ മറുപടി ഞാൻ പറഞ്ഞത് എന്താ? കളവാണോ? ഞാൻ ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് താങ്കളോട് പറഞ്ഞു, താങ്കൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഏത് നേതാവെന്ന പേര് പറയാമോ അങ്ങേക്ക്? ഞാൻ കണ്ടിട്ടില്ല, ഇരുന്ന് പ്രസംഗം. ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ മിസ്റ്റർ. നിങ്ങൾ എന്തിനാ കിടന്ന് ബഹളം വെക്കണേ? താങ്കൾ വ്യാജം പറയുന്നു ചാനലിന്റെ മറ്റേ താൻ എനിക്ക് വെറുതെ സംസാരിക്കല്ലേ പ്ലീസ്. നിങ്ങൾ ഈ ചാനലിൽ എന്നെ ചർച്ചക്കിരുത്തിയാൽ ഞാൻ താങ്കൾ വന്നിരുന്ന പറയുന്ന അവാസ്തവം ഞാൻ കേട്ടുകൊണ്ട് നിൽക്കണം, അങ്ങനെയാണോ? മുനമ്പം വേദിയിലേക്ക് പോവുകയും ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്ത ഏക മാധ്യമപ്രവർത്തകന്റെ പേര് ഹാഷ്മി താജ് ഇബ്രാഹിം എന്നാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഏക ചാനലിന്റെ പേര് 24 എന്നാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ ആ ചാനലിൽ ഫ്ലോറിൽ വന്നിരുന്ന് കള്ളം പറഞ്ഞാൽ ഞാൻ മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കണം, അങ്ങനെയാണോ? ശരി, നിങ്ങൾ മാത്രം പറയാണോ അതോ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടോ? എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സമയം എന്താ പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞോളൂ, എനിക്ക് വിരോധമില്ല. ഞാൻ അത്രയല്ലേ പറയുന്നുള്ളൂ. എന്നെ നിങ്ങൾ പറയാൻ അനുവദിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ചർച്ചയ്ക്കിരിക്കില്ല. ശരി, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് കളവാണെങ്കിലും സത്യമാണെങ്കിലും നിങ്ങൾ അന്വേഷിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ പോയ ദിവസം
അതിൻ്റെ ഡേറ്റ് അടക്കം ഞാൻ പറഞ്ഞു. ഹാഷ്ടാഗ് ഉദ്ഘാടനം ചെയ്യാൻ പോയ ദിവസം ആ സമരപ്പന്തലിൽ സമരനായകനായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ദൃക്സാക്ഷിയുണ്ട്, ABC ചാനലിൻ്റെ മിസ്റ്റർ സുനിൽ വടയാർ, അദ്ദേഹം ദൃക്സാക്ഷിയാണ്. പത്രിക എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ചുമതലപ്പെട്ട മിസ്റ്റർ ജയചന്ദ്രൻ അദ്ദേഹവുമുണ്ട്. നിങ്ങളത് ക്ലിയർ ചെയ്തോളൂ. സമരസമിതി നേതാവിന്റെ പേര് അങ്ങേക്ക് അറിയില്ല. സമരസമിതി നേതാവിന്റെ പേര് അങ്ങേക്ക് അറിയില്ല. നമ്മളവിടെ പോയതാണെന്നേ, നമ്മൾ സംസാരിച്ച എനിക്ക് അയാളുടെ പേരറിയാം. ഞാൻ ചോദിച്ചിട്ട് പറയാം. സാറേ, മുനമ്പം സമരത്തിൽ താങ്കൾ പങ്കെടുത്ത ആളല്ലേ, ആ സമരസമിതി നേതാവിന്റെ പേരിൽ അറിയണ്ടേ? സമരസമിതി നേതാവ് ധാരാളം ആൾക്കാരുണ്ടല്ലോ അവിടെ. അതിലൊരാൾ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അയാൾ പറഞ്ഞത് നുണയാണെങ്കിൽ നിങ്ങൾ അത് എടുക്കണ്ട. ഞാൻ ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ചെറിയ ചൊറിച്ചിൽ മാധ്യമപ്രവർത്തകരോടുള്ളത് 24-നോടാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. തെറ്റാണെങ്കിൽ തെറ്റ്, നിങ്ങൾ ക്ലിയർ ചെയ്തോളൂ. ഞാൻ അറിഞ്ഞത് നിങ്ങളോട് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ ഇന്ന് ഹൈബി ഈഡൻ്റെ കോലം കത്തിച്ചിട്ടുണ്ട്. ഇതേപോലെ കോൺഗ്രസിൻ്റെ MP-യുടെ കോലം കത്തിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ മനസ്സിലാക്കിയതാണ്, ഞാൻ അവിടെ പോയിട്ടില്ല, എനിക്ക് കിട്ടിയ വിവരമാണ്. ഹൈബി ഈഡൻ്റെ കോലം കത്തിച്ചിട്ടുണ്ട്. അതും ചൊറിച്ചിലിൻ്റെ ഭാഗമാണോ എന്നറിയില്ല. പിന്നെ VM സുധീരൻ അവിടെ ചെന്ന സമയത്ത് അവർ കയറ്റിയില്ല. അതും ചൊറിച്ചിലിൻ്റെ ഭാഗമായിട്ടാണോ എന്നെനിക്കറിയില്ല. എന്തായാലും ചൊറിച്ചിൽ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ചില ചൊറിച്ചിൽ നിങ്ങൾ അറിയുന്നില്ല, ചില ചൊറിച്ചിൽ മാത്രം നിങ്ങൾ അറിയുന്നുള്ളൂ. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ലോക്കൽ ഇഷ്യൂ അല്ലേ? ഇതൊരു ലോക്കൽ ഇഷ്യൂ ആണ്. ആ ലോക്കൽ ഇഷ്യൂ ഹിന്ദു മുസ്ലിം വർഗീയ ലഹളയോ കലാപമോ അല്ല. നവംബർ 24 കോടതിയുമായി ബന്ധപ്പെട്ട 19 ഓർഡറുമായി ബന്ധപ്പെട്ട് നവംബർ 24 അവിടെ സർവേക്ക് പോയി കുറേ ആളുകൾ. ആ സർവേക്ക് കോടതി വിട്ട അന്വേഷണ സംഘം അല്ലെങ്കിൽ ആ കോടതി വിട്ട അന്വേഷണ കമ്മീഷൻ അവിടെ ചെന്ന സമയത്ത് അവിടെ കല്ലേറുണ്ടായി. ആ കല്ലേറുമായി ബന്ധപ്പെട്ട് ആളുകളെ പിരിച്ചുവിടുന്നതിൽ വെടിവെപ്പുണ്ടായി. വെടിവെപ്പൊക്കെ അല്ലേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്, കേരളത്തിലുണ്ടായിട്ടില്ലേ? MV രാഘവൻ്റെ വിഷയത്തിൽ 5 പേരെയല്ലേ വെടിവെച്ച് കൊന്നത്? 5 അല്ലല്ലോ, അതിന് മുകളിൽ ആളുകൾ വധിക്കപ്പെട്ടില്ലേ? അപ്പോൾ അവിടെ കൂടുതൽ സംഘർഷം ഉണ്ടാവാതിരിക്കാൻ വെടിവെച്ചത് ശരിയാണോ എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ വെടിവെച്ചു. അതിൽ നിങ്ങൾ BJPയെയും RSSനെയും ചൊറിച്ചിലും ഒക്കെ നിങ്ങൾ കഥാപാത്രമാക്കുന്നത് എന്തിനാ? RSS അതിനകത്ത് എന്തെങ്കിലും പറഞ്ഞോ? RSS പറഞ്ഞത് എല്ലാ പള്ളിയുടെ പിന്നിലും ശിവലിംഗം തപ്പണ്ടെന്നാണ്. BJP ഈ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അപ്പോൾ പിന്നെ RSSൻ്റെയും BJPയുടെ നെഞ്ചത്ത് കയറി വരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി രാജു പി നായർ ഇവിടെ പറഞ്ഞ അവാസ്തവമായ അതാണ് കള്ളം. ഞാൻ പറഞ്ഞതല്ല കള്ളം. രാജു പി നായർ കള്ളം പറഞ്ഞപ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നു. ഒന്നുകിൽ നിങ്ങൾ ഈ ചർച്ച നടത്തുന്നതിന് മുമ്പ് നിയമമൊക്കെ അത്യാവശ്യം പഠിച്ചിട്ട് വന്നിട്ട് വേണം ചർച്ച നടത്താൻ. 1991 വർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമമുണ്ട്. ആ നിയമവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്റ്റിൽ മോണിമെൻറ്റ്സ് വരില്ല. മോണിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മോണിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു നിയമത്തിൻ്റെ കീഴിലുള്ളതാണ്. ആ മോണിമെൻറ്റ്സുമായി ബന്ധപ്പെട്ട് ആർക്കിയോളജിക്കൽ മോണിമെൻറ്റ്സുമായി ബന്ധപ്പെട്ടിട്ട് ആ ബന്ധപ്പെട്ട മോണിമെൻറ്റ്സിൽ ഒരിക്കലും ഈ ഇത്തരം മോണിമെൻറ്റ്സ് 91 നിയമത്തിൻ്റെ ബാധകമല്ല. വളരെ കൃത്യമാണ്. ആ കൃത്യമായതുകൊണ്ടാണ് അത് ഡസ് നോട്ട് അപ്ലൈ ഇൻ ദ 91 ആക്ട്. ആ ആക്ടിൽ വരുന്നില്ല. ഞാൻ സെക്ഷൻ വേണേൽ പറയാം. ഈ ഡിസ്പ്യൂട്ട് ഒറിജിനേറ്റ് ചെയ്തത് ഒരു പെറ്റീഷൻ ആരാ? വിഷ്ണു ശങ്കർ ജയൻ എന്ന് പറയുന്ന ഒരാളൊരു പെറ്റീഷൻ കൊടുത്തു. ചൊറിച്ചിലുകാരനായിരിക്കാം, എനിക്ക് വിരോധമില്ല, ചൊറിഞ്ഞോട്ടെ. അയാൾ കൊടുത്ത ഒരു പെറ്റീഷനിൽ കോടതിയാണ് ഉത്തരവിട്ടത്. ആ കോടതി ഉത്തരവിട്ടത് കോടതിക്ക് ചൊറിച്ചിലുള്ളത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനകത്ത് അവർ പറയുന്നു, ആ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ഈ ഷാഹി ജമാ മസ്ജിദ് അഥവാ ഈ പ്രൊട്ടക്റ്റഡ് മോണിമെൻറ്റ്സ് ഗവേൺഡ് ബൈ AMASR ആക്ട്, ഈ ആർക്കിയോളജിക്കൽ ആക്ട് 1958 ആർക്കിയോളജിക്കൽ ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ആ ബന്ധപ്പെട്ട പ്രൊട്ടക്റ്റഡ് മോണിമെൻറ്റ്സിൽ ഈ പറഞ്ഞ കെട്ടിടമുണ്ട്. അത് പള്ളിയായാലും ശരി, അതെന്തായാലും ശരി, ഈ പറഞ്ഞ ഇന്ന് തർക്കം നടക്കുന്ന ഈ കെട്ടിടമുണ്ട്. അതിനെ പള്ളി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഈ പള്ളി അതൊരു മോണിമെൻറ്റ്സ് ആണ്.
ഓക്കേ, ഓക്കേ. monuments ബി. ജോർജ് താങ്കൾ വിശദീകരിക്കും. ഞാൻ ഇടപെട്ട് താങ്കൾ വിശദീകരിക്കും. ഇല്ല. ശരി, ഇതാണ് താങ്കൾ എനിക്ക് പറഞ്ഞു. പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി ശരി. പക്ഷെ എന്റെ ചോദ്യം ഒരു ശരി, പോയിന്റ് പക്ഷേ ഞാൻ നിർത്തിയേക്കാം. പറഞ്ഞു ഒരു പോയിന്റോടെ പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ, രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഈ 5 പേര് വെടിവെയ്പ്പിൽ മരിക്കുകയും ഏതാണ്ട് 77% മുസ്ലിം പോപ്പുലേഷനുമുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ജനങ്ങൾ വയലൻ്റാണ്. ആ വയലൻ്റായ ജനങ്ങളെ തണുപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ശാന്തരാക്കാൻ വേണ്ടിയാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടത് അതിനാണ്. അവിടെ പോയി കത്തിക്കാനല്ല ശ്രമിക്കേണ്ടത്. അവിടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോകാം. അര സെക്കൻഡ് തന്നിട്ട് ഞാൻ നിർത്താം. അര സെക്കൻഡ്. അതായത് ഇന്ത്യയിൽ ഈ 1991 ഓഗസ്റ്റ് 15 1947 ഓഗസ്റ്റ് 15 ബന്ധപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിഷയമൊക്കെ ഉണ്ടായതിന് ശേഷമാണ് സോമനാഥ ക്ഷേത്രം പുനർനിർമ്മാണം നടന്നത്. വേണ്ട, ഞാൻ കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ എത്ര പള്ളികളാ തർക്കം? ഓർത്തഡോക്സ് സഭയും മറ്റേ ജാക്കോബൈറ്റ്സും തമ്മിൽ സുപ്രീം കോടതി വിധി വന്നിട്ടും തർക്കം നിൽക്കുകയല്ലേ? ചൊറിച്ചിലാണോ എന്ന് എനിക്കറിയില്ല. തർക്കം നിൽക്കുകയല്ലേ? ഇനി ഞാൻ ഒന്നും കൂടി ഒരു ചെറിയ ഒരു പോയിന്റ് കൂടി പറയാം. താങ്കൾ നന്നായി പറഞ്ഞു, ഞാൻ ഇടപെട്ടില്ല. എന്റെ ചോദ്യം അതായിരുന്നു. എന്റെ ചോദ്യം, ഈ സമ്പൽ ഞാൻ പോയിട്ടുണ്ട്. സമ്പൽ ഒരു സമാധാനമുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട്. ഏകോദര സഹോദരന്മാരെ പോലെ ഈ പറഞ്ഞ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി പാവ മനുഷ്യരാണ്. ഒരുപാട് പൈസ ഒന്നുമില്ല, സാധുക്കൾ മനുഷ്യരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹവർത്തിൽ കഴിയുന്ന മനുഷ്യരാണ്. അവർ ഈ സമ്പൽ പള്ളിയാണോ എന്നുള്ള ചിന്തയൊന്നുമില്ലാത്ത ആ ദിവസത്തെ ജീവിതത്തിന് വേണ്ടി പോകാൻ നടക്കുന്ന ഒരു സമാധാന പ്രിയരാണ്. ആ സമാധാനം കലക്കണം. ഇനി അജ്മീറിലേക്ക് പോയാലോ, അവിടെ ഹിന്ദുക്കളെന്നില്ല മുസ്ലിങ്ങളെന്ന് എല്ലാവരും വരുന്ന സ്ഥലമാണ്. അവിടുത്തെ സമാധാനം കലക്കി കാളകൂടം കലക്കണം. ഇനി അപ്പുറത്തേക്ക് താജ്മഹലിലേക്ക് പോയാലോ, തേജോ മഹാലയം എന്ന് പറയണം. അവിടുത്തെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. എൻ്റെ ചോദ്യം അതായിരുന്നില്ല. ഇങ്ങനെ സമാധാനമായി കഴിയുന്നത് ഞാൻ ഉദാഹരണം ശബരിമല പറഞ്ഞ അതുകൊണ്ടാണ്. ഇവിടെ ചിലർക്കുണ്ടാ ചൊറിച്ചിൽ, ഒന്നാന്തരം ചൊറിച്ചില. ശബരിമലയിൽ സമാധാനമായി കാര്യങ്ങൾ പോകുന്നു. ഉടനെ VSP, നിങ്ങളുടെ സംഘപരിവാര സംഘടനയാണല്ലോ, പറയാണ് വാവറല്ല വാബരനാണ്, ഇറക്കി വിടണം എന്നൊക്കെ പറഞ്ഞു അലമ്പുണ്ടാക്കുന്ന ചൊറിച്ചിലുകാരെ മാറ്റി നിർത്തണ്ടേ എന്നുള്ള എൻ്റെ ചോദ്യം. പോട്ടെ, താങ്കൾ ഞാൻ അടുത്ത മറുപടിയിലേക്ക്